വയനാട് മുണ്ടക്കൈയിൽ ജൂലൈ 30, 2024 കേരളത്തെ നടുക്കിക്കൊണ്ടുണ്ടായ ഉരുൾപൊട്ടൽ മുൻകൂട്ടി പ്രവചിച്ച ഒരു മലയാളം ഷോർട്ട് ഫിലിം ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അങ്ങനെ ഒരു ഷോർട്ട് ഫിലിം ഉണ്ട്. അതിന്റെ പേരാണ് അവകാഡോ. 2024 ജൂലൈ 30 വയനാട് ഉരുൾപൊട്ടിയതെങ്കിൽ ഈ ഷോർട്ട് ഫിലിം പുറത്തിറങ്ങുന്നത് അതേ വർഷം 2024 ഫെബ്രുവരി 12. ഷോർട്ട് ഫിലിമിലെ കഥയും കഥാപാത്രങ്ങളും യാഥാർത്ഥ്യങ്ങളോട് വല്ലാതെ ചേർന്നു പോകുന്നത് കേവലം യാദൃച്ഛികത കൊണ്ട് മാത്രം. ഉരുൾപൊട്ടലുണ്ടായത് വയനാട് ജില്ലയിലെ മുണ്ടക്കൈയിലാണെങ്കിൽ ഷോർട്ട് ഫിലിമിൽ പറയുന്നത് കോട്ടയം ജില്ലയിലെ മുണ്ടക്കയം എന്ന സ്ഥലത്തെ പറ്റിയാണ്. മുണ്ടക്കൈ ദുരന്തത്തിൽ ബാക്കിയായ ശ്രുതിയും അവളുടെ ജീവിതവും പിന്നെയും നമ്മളെ വേട്ടയാടിക്കൊണ്ടേയിരുന്നു. അച്ഛനും അമ്മയും സഹോദരിയും നഷ്ടപ്പെട്ട ശ്രുതിയെ വിവാഹം കഴിക്കാൻ തയ്യാറായ ജിൻസൺ എന്ന വ്യക്തി നമ്മളെ എല്ലാവരെയും സന്തോഷിപ്പിച്ചു. ഒടുവിൽ ജിൻസന്റെ അപകട മരണം എല്ലാവരെയും വേദനിപ്പിച്ചു. മുണ്ടക്കൈ ദുരന്തത്തിൽ ഒറ്റപ്പെട്ടു പോയ പെൺകുട്ടി ശ്രുതിയാണെങ്കിൽ ഈ ഷോർട്ട് ഫിലിമിൽ അത് സുമയാണ്. ജെൻസനെ പോലെ സുമയുടെ പ്രതിശ്രുത വരൻ ഷാനുവാണ്. ദുരന്തമുണ്ടായ ദിവസം ശ്രുതിയുടെ വീട്ടിലേക്ക് ബന്ധപ്പെട്ടപ്പോൾ ഫോണിൽ ഔട്ട് ഓഫ് കവറേജ് ആണ് എന്ന സന്ദേശം കേട്ടുവെന്ന് ജിൻസൺ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. ഷോർട്ട് ഫിലിമിലെ ഷാനു ഫോണിൽ വിളിക്കുമ്പോൾ ഇതേ ശബ്ദം നിങ്ങളും കേൾക്കും. നിങ്ങൾ ഞെട്ടിത്തരിച്ചു പോകും. ജെൻസൺ യാത്ര ചെയ്തതിന് സമാനമായ നിറത്തോടു കൂടിയ ഒരു വാഹനത്തിൽ ഷാനു യാത്ര ചെയ്യുന്നതും നിങ്ങൾ ഈ ചിത്രത്തിൽ കാണും. അതും വെറും യാദൃച്ഛികത മാത്രം. ജ്യോതിഷത്തെയോ മന്ത്രവാദത്തെയോ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയല്ല, മറിച്ച് തികച്ചും ഞെട്ടിക്കുന്ന കൗതുകകരമായ ഒരു അനുഭവം എന്നതുകൊണ്ട് മാത്രമാണ് ഇതിവിടെ പറഞ്ഞു പോകുന്നത്. ജോണി പിക്ചേഴ്സ് എന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് ഈ ചെറിയ ചിത്രം റിലീസ് ചെയ്തിരിക്കുന്നത്. അഭിരാം കൃഷ്ണനാണ് ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത്. കഥയും തിരക്കഥയും അയാളോടൊപ്പം നിർവഹിച്ചിരിക്കുന്നത് ഹരികൃഷ്ണൻ എച്ച് ആണ്. എന്തായാലും ഒരു പുഴ പോലെ നിങ്ങളുടെ മനസ്സിനെ ഒഴുക്കിക്കൊണ്ടുപോകുവാൻ ഈ ചിത്രത്തിന്റെ കഥാകഥന രീതിക്ക് സാധിക്കും. നന്ദി.